ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താ മീർ അതിന്റെ അഭിപ്രായം എന്ന് ചോദിക്കണം. അയാൾ പോസിറ്റീവോ നെഗറ്റീവോ ആയ ഏത് മറുപടിയോ പറയട്ടെ. അധികം നമ്മുടെ സമുദായത്തിൽ നിന്ന് നെഗറ്റീവായ മറുപടി കിട്ടും. എന്താ പറയുള്ളൂ, എന്തിനാ ചങ്ങാതി ഇപ്പൊ തന്നെ പോകണം, ആൾക്ക് ആകെ 26 വയസ്സല്ലായിട്ടുള്ളൂ, ഇനി ഒരുപാട് കാലം കിടക്കില്ലേ. അബദ്ധമായ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്, അത് കടപുഴക്കി എറിയണം. പ്രായമുള്ളവനാണ് ഹജ്ജ് ചെയ്യാൻ പാടൂ എന്ന് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും എവിടെയും പറഞ്ഞിട്ടില്ല. പ്രായപൂർത്തിയാകുന്ന സമയത്ത് മുതലാലും വഴിയാലും ശാരീരികമായി ഒരു മനുഷ്യന് കഴിവുണ്ടായിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അതിന്റെ ഗൗരവം. അല്ലാതെ എന്റെ ബിസിനസ് ഒക്കെ ഒന്ന് ഒരു ഭാഗത്താകട്ടെ, മോളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് പോകാം, അതെന്റെ ബാധ്യതയില്ല എന്ന ചിന്ത ഇസ്ലാമികമല്ല. മോളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ബാധ്യത ഇസ്ലാമിൽ ഇല്ല എന്നതുകൊണ്ട് എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നു പറയുന്ന അബദ്ധമാണ്. ഭർത്താവിന് മഹർ കൊടുക്കേണ്ടതേ ഉള്ളൂ. സ്ത്രീധനത്തിന്റെ ഈ കൂടിയ പരിപാടി ഇസ്ലാമികമല്ല എന്നർത്ഥം. അപ്പോൾ പിന്നെ ഹറാമെന്ന് ഞാൻ പറയുന്നില്ല, ഹറാമെന്ന് പറയാൻ വകുപ്പില്ല. ഈ അധികം ചെയ്യുന്ന പെണ്ണിന് കൊടുക്കുന്ന സമ്പത്തിന്റെ പേരിൽ ഹജ്ജ് മുടക്കുന്നത് ദീനിന്റെ മാർഗമല്ല. അവനൊരു അപകടത്തിൽപ്പെട്ട് പെട്ടെന്ന് മരിച്ചുപോയാൽ അവൻ സ്വർഗപ്രവേശനത്തിന് അർഹമല്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യുവാക്കളും പോകണം. അല്ലെങ്കിലും യുവാക്കളാണ് ഹജ്ജിന് പോകേണ്ടതും. ഭയങ്കരമായ തിരക്ക് മത്താഫി ഉണ്ടാകുമ്പോഴൊക്കെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമുക്കറിയാം. 19 വയസ്സായ ഉമ്മാരെയും ഉപ്പാരെയും ഒക്കെ ഇങ്ങനെ തള്ളി വിടാറുണ്ട് മക്കൾ. അള്ളാഹു അവർക്ക് ആഫിയത്തോടു കൂടി കർമ്മം ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അവരുടെ ഇന്നലകളിൽ ചെയ്യാനുള്ള സാമ്പത്തികമായ കഴിവില്ലാത്തതിന്റെ പേരിലാകാം ഈ പ്രായത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഉപ്പയെയും ഉമ്മയെയും പ്രായമൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഹറമിന്റെ നാട്ടിലേക്ക് എത്തിക്കാൻ നിങ്ങളും ശ്രമിക്കണം, അവരെ കൊണ്ടുപോകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു മുശാവറ ചെയ്യണം, ആളുകളുടെ അഭിപ്രായം ചോദിക്കണം. അതിൽ ബറക്കത്തുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഖാബ മൻ ഇസ്തഖാറ വല നദിമ മൻ ഇസ്തശാറ. മുശാവറ ചെയ്തവൻ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മഹലിന്റെ കാര്യമാണെങ്കിലും ശരി, മുശാവറ ചെയ്യണം. ഒരാൾ ഒറ്റക്കൊരു തീരുമാനം എടുക്കരുത്. വീട്ടിലെ കാര്യമാണെങ്കിലും ശരി, വീട്ടിന്റെ ഉടമസ്ഥൻ ഒറ്റക്ക് തീരുമാനമെടുക്കരുത്. ഭാര്യയുമായി ചർച്ച ചെയ്യണം. മുതിർന്ന മക്കളുണ്ടെങ്കിൽ അവരുമായി ചർച്ച ചെയ്യണം. കാരണം അവരെന്തു പറഞ്ഞാലും നമ്മുടെ നിലപാടാണ് സ്ഥാപിക്കപ്പെടുക എന്ന് ഉറപ്പുണ്ടെങ്കിലും ശരി, അഭിപ്രായം സ്വാംശീകരിക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളിലും സഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ബദറിൽ ആദ്യം തമ്പ് കെട്ടിയ സ്ഥലത്ത് നിന്ന് ഒരു സഹാബി വര്യൻ വന്ന് അഭിപ്രായം പറഞ്ഞു, നബിയെ, ഇവിടെ വെള്ളം കിട്ടാൻ പ്രയാസമാണ്, കുറച്ചുകൂടി താഴ്ഭാഗത്തേക്ക് പോയാൽ മഴ പെയ്താൽ നമുക്ക് വെള്ളം സ്വാംശീകരിക്കാൻ കഴിയും, തമ്പ് മാറ്റിക്കൂടെ എന്നൊരു ശിഷ്യൻ ചോദിച്ചപ്പോൾ അഭിമന്യ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മാറ്റി വേറൊരു ഭാഗത്തേക്ക് മാറ്റി. അപ്പോൾ പിന്നെ നമുക്ക് മുശാവറ ചെയ്യുന്നത് ഒരു കുറവായി നമ്മൾ കാണരുത്. അപ്പൊ ഞാൻ ഹജ്ജിന് പോവുകയാണ്, ഉംറക്ക് പോവുകയാണ് എന്ന് എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കൽ സുന്നത്താണ്. രണ്ടാമത്തെ ഒന്ന്, പശ്ചാത്താപം ആമുഖമായി യാത്രക്ക് മുന്നിൽ ഉണ്ടാകണം. കാരണം ഹജ്ജിന് പ്രതിഫലമായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുന്നത് ഹജ്ജും മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മഖ്ബൂലായ ഹജ്ജിന്, മബ്റൂറായ ഹജ്ജിന്, മഖ്ബൂലായ ഉംറക്ക്, മബ്റൂറായ ഉംറക്ക് സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. കിങ് അബ്ദുൽ അസീസ് ജിദ്ദ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് വിമാനത്തിൽ കയറുമ്പോ സ്വർഗത്തിന്റെ ഒരു പാസ് കീശയിൽ വെച്ചിട്ടാണ് വരിക എന്ന് ത്വഹ റസൂലുള്ളാഹി. എയർപോർട്ട് മാറ്റി വെച്ചാൽ ബാക്കിയൊക്കെ മുത്തുനബി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സ്വർഗപ്രവേശനത്തിന്റെ സർട്ടിഫിക്കറ്റുമായി തിരിച്ചു വരുന്ന ആള് അതിന് ക്വാളിറ്റി ആയിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. അങ്ങനെയാണോ എല്ലാവരും പോകുന്നത് എന്ന് ശ്രദ്ധിക്കുന്നത് നന്നു.
സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകാം, കൊടുത്തു വീട്ടണം. ജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പൊരുത്തപ്പെടിക്കണം. അല്ലാതെ മക്കയുടെ മണ്ണിൽ ചവിട്ടിയിട്ട് കാര്യമില്ല. ഗീബത്ത് എത്ര പറഞ്ഞിട്ടുണ്ടാകും, നമീമത്ത് എത്ര പറഞ്ഞിട്ടുണ്ടാകും, ഒരു മനുഷ്യന് ഇറച്ചി എത്ര നമ്മൾ ഭക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. നമുക്ക് പോയി പറയാൻ മടിയാ, ഞാൻ നിന്നെ ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പൊരുത്തപ്പെടണം, അതിന് മടിയാ. പിന്നെ ഏതിലാണ് താല്പര്യം? ഒരു കല്യാണം പോലെയുള്ള വലിയ ഫംഗ്ഷൻ സംഘടിപ്പിക്കാൻ ഭയങ്കര താല്പര്യ. കാറുകൾ വന്നു നിൽക്കും വീടിന്റെ മുറ്റത്ത്. അടുത്ത വീട്ടിലെ ഒരു പാവപ്പെട്ടവനെ ക്ഷണിക്കാതെ ധനാഢ്യന്മാരെ മാത്രം ക്ഷണിച്ച് ഹജ്ജ് യാത്രയപ്പ് നടത്തി ജാട കാണിക്കുന്നവന്റെ ഹജ്ജ് അള്ളാഹുവിന് ആവശ്യമില്ല. മുഅ്മിനീങ്ങൾ, അള്ളാഹുവിന് ആവശ്യമില്ല. അള്ളാഹു ഹൃദയം കൊണ്ടുള്ള ഒരു ഹജ്ജാണ് സ്വീകരിക്കുക. നമ്മുടെ വിഷയം പോലും ഹജ്ജ് അള്ളാഹുവിലേക്ക് ഒരു തീർത്ഥയാത്ര എന്നാണ്, മക്കത്തേക്കല്ല, അള്ളാഹുവിലേക്ക് ഒരു തീർത്ഥയാത്രയാണ്. അപ്പോൾ പൊരുത്തപ്പെടിക്കണം ജനങ്ങളോട്. പാവപ്പെട്ടവനാണെങ്കിലും അവന്റെ വീട്ടിൽ പോയിട്ട് പറയണം. ഞാൻ എന്തെങ്കിലുമൊക്കെ, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് തന്നെ ഇടപാടുകളിൽ പലപ്പോഴും ക്ലാഷുകൾ ഉണ്ടായിട്ടുണ്ടാകും. അത് പൊരുത്തപ്പെടിക്കാതെ ഹജ്ജിന് പോകരുത്, ഉംറക്ക് പോകരുത്. അങ്ങനെ നിയ്യത്ത് വെച്ചവർ അനിവാര്യമായും അത് ചെയ്യണം. എത്രയോ ആളുകൾ മാതാപിതാക്കളുമായി പിണങ്ങിക്കഴിയുന്നു, എന്നിട്ട് ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു. അടുത്ത വീട്ടിൽ വേറെ ഒരു മകന്റെ വീട്ടിൽ ഈ പാവമ്മ നിറകണ്ണുകളോടെ കാത്തിരിക്കുന്നുണ്ട്. ഒന്ന് പോയി യാത്ര ചോദിക്കാൻ പോലും ഈ മകൻ ആവശ്യമില്ലെങ്കിൽ ഓർത്തുകൊള്ളുക, ഹറമിന്റെ നാട്ടിൽ ആദ്യ പാദം പതിയുമ്പോൾ അത് ശാപത്തിന്റെ പാദമാണെന്ന് തിരിച്ചറിയണമെന്ന് ആരിഫീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. മൂന്നാമത്തെ ഒന്നാണ് യാത്ര പറയുക എന്നുള്ളത്. ആളുകളോട് യാത്ര പറയുക എന്നുള്ളതും സുന്നത്താണ്. അത് പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു സുന്നത്താണ്. എല്ലാവരോടും ഓരോരുത്തരോട് ഞാൻ ഇന്ന ദിവസം ഹജ്ജിന് പോവുകയാണ്, ഇന്ന ദിവസം ഉംറക്ക് പോവുകയാണ് ഈ സദസ്സ് തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഹജ്ജിനും ഉംറക്കും പോകുന്നവർ കൂടുതൽ സ്ത്രീകളാണ്. നമ്മുടെ ആ ഹാളിൽ ഞെരുങ്ങിയിട്ടാണ് സ്ത്രീകളിരിക്കുന്നത്. ഈ ഹാളിലും നിറഞ്ഞു കഴിഞ്ഞു. അത് ആണുങ്ങൾ പോവാതെ പെണ്ണുങ്ങൾ മാത്രം പോകുന്നത് നമ്മൾ ഗവേഷണം ചെയ്യേണ്ടതാണ്. മക്കത്ത് പോയാലും അതെ, കൂടുതൽ സ്ത്രീകളാണ്. ഒരു ഹജ്ജ് സംഘത്തിൽ പോലും 75 സ്ത്രീകളുണ്ടെങ്കിൽ 20 പുരുഷന്മാരെ ഉണ്ടാവുള്ളൂ. എന്താണെന്നറിയില്ല. അള്ളാഹു എല്ലാവർക്കും പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ യാത്ര ചോദിക്കൽ സുന്നത്താണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചോദിക്കുമ്പോൾ അങ്ങോട്ട് പ്രാർത്ഥിക്കലും ഇങ്ങോട്ട് പ്രാർത്ഥിക്കലും സുന്നത്താണ്. യാത്രക്കാരന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അത് ഹജ്ജിന് മാത്രമല്ല, ഉംറക്ക് മാത്രമല്ല. ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ക്ലാസ്സിന് വരുമ്പോ, വീട്ടിൽ പുറപ്പെടുമ്പോ ഈ വീട്ടുകാരിൽ ആരെങ്കിലും നിങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ അപ്പോൾ ആ നിമിഷം ദുആ ചെയ്തോളൂ മുഅ്മിനീങ്ങളെ. സുന്നത്തായ ഹലാലായ യാത്രക്കാരന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് പുണ്യ നബി. അതുകൊണ്ടാണ് പിരിഞ്ഞു പോകുമ്പോൾ യാത്രാ വസിയത്ത് ചെയ്യുന്നത്, ദുആ വസിയത്ത് ചെയ്യുന്നത്. ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞ് നിങ്ങൾ പോകുമ്പോ നിങ്ങൾ യാത്രക്കാരാണ്, വീട്ടിലേക്കുള്ള യാത്രക്കാരാണ്. പരസ്പരം ഒന്ന് സലാം പറഞ്ഞോളൂ. ഈ സദസ്സിൽ പല ആളുകളും ഹജ്ജിന് പോകുന്നവരാണ്, ഉംറക്ക് പോകുന്നവരാണ്. ഇന്നതൊരു മനോഹരമായ അനുഭവമാകട്ടെ. ഇന്നത്തെ ക്ലാസ് പിരിഞ്ഞു പോകുമ്പോ പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കയ്യെ പിടിച്ച് മുസാഫഹത്ത് ചെയ്തോളൂ. അവിടെ എങ്ങാൻ അവര് മക്കയുടെ നാട്ടിൽ പോയിട്ട് വലിമൻ ഔസാന, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നീ കൊടുക്കേണമേ എന്ന് ദുആ ചെയ്താൽ അറിയാതെ നമ്മളും അങ്ങ് പെട്ടുപോകും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പിരിഞ്ഞു പോകുമ്പോ എല്ലാവരും മുസാഫഹത്ത് ചെയ്യില്ലേ? പൈസയുടെ മുസാഫഹത്തല്ല പറഞ്ഞത്, എന്നെ ചെയ്യണ കാര്യമില്ല പറഞ്ഞു. നിങ്ങൾ പരസ്പരം ഇൻഷാ അല്ലാഹ് ഒന്ന് ഉറക്കെ പറയും ഇൻഷാ അല്ലാഹ്. മുസാഫഹത്തിലൊക്കെ ഭയങ്കര മനഃശാസ്ത്രം ഉണ്ട്. അതൊക്കെ പറഞ്ഞ് നമ്മുടെ വിഷയം തീരില്ല. അല്ലെങ്കിൽ ഇത് 3 മണി വരെ നിങ്ങൾ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരേ സമയത്ത് എഴുന്നേറ്റ് പോകണം. എന്നാ ഞാൻ നിർത്താം, തീരട്ടെ. അപ്പോൾ യാത്ര പറയണം മാതാപിതാക്കളോട്. ഇനി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിടത്തെങ്കിൽ പോയി അങ്ങനെ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നവർ ചെയ്താൽ മതി. അങ്ങനെ പാടില്ലാതെ കരുതുന്നവർ ഒരുപക്ഷെ ഇതൊരു പൊതുവേദിയായതുകൊണ്ട് സദസ്സിലുണ്ടാകാം. വിശ്വസിക്കുന്നവർ ഖബറിന്റെ അരികിൽ പോയി